നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. സമയം നമ്മുടെ നിത്യജീവിതത്തിന്റെയും എല്ലാ ശാസ്ത്ര ശാഖകളുടെയും ഒരു അവിഭാജ്യ ഘടകമായ സമയം. ഇതിനെ പല വ്യത്യസ്തമായ രീതിയിൽ കാണാറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്. സമയമില്ല, സമയം കളയുന്നു എന്ന രീതിയിൽ ഒരു നിത്യാനുഭവത്തിന്റെ ഭാഗമായി നമ്മൾ സമയത്തെ വിശകലനം ചെയ്യാറുണ്ട്. ഒരു അടിസ്ഥാന അളവ്, ഒരു സ്ഥിരാങ്കം, അല്ലെങ്കിൽ ഒരു സ്പേസ് ടൈം ചതുർമാനത്തിന്റെ ഒരു പ്രധാന ഭാഗമായി പോലും സമയത്തെ കാണാറുണ്ട് വിവിധ ശാസ്ത്ര ശാഖകളിൽ. സമയം എന്നൊന്നില്ല, അതൊരു ഇല്യൂഷനാണ്, ഇമാജിനേഷനാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് റിയാലിറ്റി ആണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ വരെ നിലവിലുണ്ട്. ഈ സമയം എന്ന ആശയത്തെ സാറിന്റെ പ്രപഞ്ച വീക്ഷണത്തിൽ ഒന്ന് വിശകലനം ചെയ്യാം. സമയം എന്നാൽ എന്താണ്? നമ്മുടെ അനുഭവത്തിൽ ഒരു സമയമുണ്ട്, നമ്മുടെ അനുഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സമയവും ഉണ്ട്. ഒന്നിനും സമയമില്ല എന്നൊരാൾ പറയുന്നതിനകത്ത് ഒരു സമയമുണ്ടല്ലോ. എനിക്കൊന്നിനും സമയമില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കത്തയച്ചിട്ട് മാസങ്ങളായി എന്ന് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ മറ്റു പലതും ചെയ്യാറുണ്ട്, അതിനൊക്കെ സമയമുണ്ട്. സിനിമാ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന സമയം വരെ ഉണ്ട് നമുക്ക്. പക്ഷേ അമ്മയ്ക്ക് കത്തെഴുതാൻ സമയമില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, അമ്മയ്ക്ക് കത്തെഴുതണം എന്ന് വിചാരമില്ലെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാവില്ല എന്ന്. ഞാനിത് പറയുന്നത് അനുഭവത്തിൽ നമുക്ക് ഒരു സമയമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഈ അനുഭവത്തിലുള്ള സമയവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സൂര്യാസ്തമയവും ഉദയവും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മളൊരു സമയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു മാനകമായ സമയം എന്ന് കണക്കാക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വണ്ടിയും ബസ്സും ഒക്കെ ഓടുന്നതും നമുക്ക് നമ്മുടെ ദിനചര്യകൾ ക്ലിപ്തപ്പെടുത്തി വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സമയത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് വ്യക്തിനിഷ്ഠമാണ്, ഒരു അർത്ഥത്തിൽ അത് വസ്തുനിഷ്ഠവും ആണ്. പക്ഷെ സമയം എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പടിഞ്ഞാറൻ നാട്ടിലെ സമയത്തെ കണക്കാക്കുന്നത് കൃത്യമായ സെക്കൻഡുകൾ അളന്ന് കൃത്യമായ ക്ലോക്കുകൾ സ്ഥാപിച്ച് തെറ്റുപറ്റാത്ത രീതിയിൽ അളന്നാണ്. 1 കോടി കൊല്ലം കഴിഞ്ഞാൽ 10 സെക്കൻഡ് വ്യത്യാസം വരാത്ത ക്ലോക്കൊക്കെ നമ്മളിപ്പോൾ ആറ്റമിക് ക്ലോക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വാണ്ടൈസ്ഡ് ക്ലോക്ക് വരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മത ഇതിലേറെ വർദ്ധിക്കാനും പോകുന്നുണ്ട്. തന്നെയല്ല, സമയത്തെ വളരെ ചെറിയ അളവിൽ നിരീക്ഷിക്കാൻ, അതായത് 10⁻⁻17 ഒരു ദശാംശത്തിൻ്റെ വലതുവശത്ത് 17 പൂജ്യം കഴിഞ്ഞ് ഒരു 1 2 ഇട്ടാൽ എത്രയാണോ അതിൻ്റെ മൂല്യം, അത്രയും ചെറിയ ഇടവേളയിൽ നിരീക്ഷിക്കാനുള്ള സൗകര്യവും നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സമയത്തെ വലിയ അളവിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇയോൺസ് എന്ന് പറയുന്ന മഹാകാലം വരെ നീട്ടി കാണാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പടിഞ്ഞാറൻ നാടുകളിൽ നമുക്ക് മോഡേൺ സയൻസ് വെച്ച് സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രത്യേക അളവിന്, സമയത്തിൻ്റെ അളവിന് നമുക്ക് ഉപാധികളുമുണ്ട്, നിരീക്ഷണത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ഇരിക്കും എന്നൊരു വിചാരവും നമുക്കുണ്ട്. പക്ഷേ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇരിക്കില്ല എന്നുള്ളതാണ് നേര്. കാരണം സമയം എന്നത് അടിസ്ഥാനപരമായി അവ്യക്തം എന്ന മാധ്യമത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അവ്യക്തത്തിൻ്റെ സാന്ദ്രത, കട്ടി എത്രയാണോ അതിനെ അടിസ്ഥാനമാക്കിയാണ് സമയത്തിൻ്റെ ദൈർഘ്യം വരിക. ഇപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള അവ്യക്തത്തിൻ്റെ സാന്ദ്രതയ്ക്ക് അനുസൃതമായ ഒരു സമയമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഈ അവ്യക്തത്തിൻ്റെ സാന്ദ്രത കുറച്ചൊന്ന് മാറിയാൽ 1 സെക്കൻഡിൽ നിന്ന് കുറച്ച് കുറവോ കൂടുതലോ ആവും എന്നുള്ളതാണ് നേര്. പക്ഷേ ആ വ്യത്യാസം നമുക്ക് അളക്കാൻ കഴിയില്ല. കാരണം അളക്കുന്ന സ്കെയിലോ വാച്ചോ ഒക്കെ ഇതേ അളവിൽ തന്നെ മാറിയിരിക്കും എന്നുള്ളത് കൊണ്ട് എപ്പോൾ അളന്ന് നോക്കിയാലും ഫലം ഒന്നാവും. പക്ഷേ പുറത്തുള്ള
ഒരു മാനക വസ്തു സങ്കല്പിച്ചാൽ ആ മാനക വസ്തുവുമായിട്ട് ഇത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഭാവനയിൽ കാണാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ആയുസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഭൗതികമായ അവബോധം വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരിക്കലും ശരിയാവില്ല എന്നർത്ഥം. നമുക്കൊരു വലിയ സംഖ്യ കിട്ടും, പക്ഷേ ആ സംഖ്യ യഥാർത്ഥത്തിലുള്ളതുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടില്ല എന്നുള്ളതാണ് നേര്. അതുകൊണ്ടാവാൻ ചിലപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ, പഴയ ആളുകൾ സമയത്തെ അങ്ങനെ കൃത്യമായി മാനകമായി കാണാൻ കൂട്ടാക്കിയിട്ടില്ല. നമ്മുടെ സമയം തുടങ്ങുന്നത് സെക്കൻഡിൽ നിന്നോ അതുപോലെ വ്യക്തമായി നിർവചിക്കപ്പെട്ട അളവുള്ള ഒരു മാത്രയിൽ നിന്നോ അല്ല. രണ്ട് തരത്തിൽ പറയും സമയത്തെക്കുറിച്ച് പണ്ട് കാലത്ത്. ഒന്ന് നിമിഷത്തിൽ നിന്ന് തുടങ്ങുന്നു. നിമിഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ണിമ വെട്ടുന്ന സമയമാണ്. കണ്ണിമ വെട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ണിമ വെട്ടുന്ന സമയം ഒന്നാണോ? അല്ലല്ലോ. പക്ഷേ മനുഷ്യൻ ഒരു ഇമ വെട്ടുന്ന നേരം എന്ന് പറയുന്ന സമയം, ചെറിയ ഒരു സമയം, അതിനെ ഒരു മാത്രയായിട്ട് എടുത്തിരിക്കുകയാണ്. വേറൊരു തരത്തിൽ മാത്ര എടുത്തിരിക്കുന്നത് ഒരു താമരപ്പൂവിൻ്റെ ഇതളിൽ ഏറ്റവും കൂർത്ത ഒരു സൂചി കൊണ്ട് ഏറ്റവും വേഗത്തിൽ കുത്തിയാൽ ആ സൂചിയുടെ മുന ഈ ഇതളിൻ്റെ ഒരു വശത്തെ ചർമ്മം ഭേദിച്ച് മറുവശത്തെ ചർമ്മത്തിൽ എത്താനുള്ള സമയമാണ് ഒരു സമയമാത്ര. ഇതും എത്ര കണ്ട് കൃത്യമാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. താമരപ്പൂവിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ ഇതളിൻ്റെ കട്ടി എത്രയാണ്, കുത്തുന്ന സൂചി ആരാണ് പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ അതിൻ്റെ രൂപം മാറി മാറിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ഈ സമയം വെച്ചിട്ട് അവർ വലുതായി ചിന്തിച്ച് പ്രപഞ്ചത്തിൻ്റെ ആയുസ് വരെ പോയിട്ടുണ്ട്. നമുക്ക് കാണാം ആ അളവ് എത്ര വലുതാണെന്ന് കാണാം. പക്ഷേ അതിൻ്റെ കൃത്യതയെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യത ഒരിക്കലും സാധ്യമല്ല എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവർ ഈ ബ്രഹ്മാവിൻ്റെ ആയുസ്, ബ്രഹ്മാവിൻ്റെ ഒരു പകല്, രാത്രി, കൽപ്പം, യുഗം എന്നൊക്കെ പറഞ്ഞ്, മഹാകൽപ്പം എന്നൊക്കെ പറഞ്ഞ് കൽപ്പിതമായ സാങ്കല്പികമായ ചില വലിയ അളവുകൾ നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ മാറ്റങ്ങളൊക്കെ വലിയ കാലപരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാലത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സമയക്രമമാണ് അത് കൃത്യത ഒന്നും ഉള്ളതല്ല എന്നർത്ഥം. അങ്ങനെ ഇപ്പോൾ പടിഞ്ഞാറൻ ശാസ്ത്രം പറയുന്ന സമയത്തിൻ്റെ വലിയ മാനങ്ങളുമായിട്ട് നമ്മൾ പഴയകാലത്ത് ഇവിടെ പറഞ്ഞു കേട്ടിരുന്ന സമയദൈർഘ്യങ്ങളെ താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നർത്ഥം. പലരും പറയാറുണ്ട്, കണക്ക് കൂട്ടി നോക്കുമ്പോൾ അവിടെ പറയുന്ന സമയപരിധിയും ഇവിടെ പറയുന്ന സമയപരിധിയും പ്രപഞ്ചത്തിൻ്റെ ആയുസിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തുല്യമായിട്ട് കാണുന്നു എന്നൊക്കെ. ശരിയായ ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്ര യുഗം. ഈ യുഗത്തിൻ്റെ കണക്ക് കൃത്യമായി നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് നേര്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതുവരെ കണ്ടുകിട്ടുന്ന കാര്യത്തിൽ ജയിച്ചിട്ടില്ല. ആരെങ്കിലും കണ്ടുകിട്ടാൻ സഹായിച്ചാൽ നന്നാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രതീക്ഷയില്ല. കാരണം ആ സമ്പ്രദായം അതായിരുന്നില്ല. മാത്രമല്ല സമയം ഒരു വഴിക്ക് മാത്രമേ പോകൂ എന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ നില. ടൈം ആരോ, സമയം എന്ന അസ്ത്രം, അത് മുന്നോട്ട് മാത്രമാണ് എപ്പോഴും പോവുക എന്നാണ്. പക്ഷേ ഈ അവ്യക്തം എന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രപഞ്ച വീക്ഷണം വികസിച്ച് വരുമ്പോൾ അവ്യക്തത്തിൻ്റെ സാന്ദ്രത കൂടി വന്ന് ഒരു അതിർത്തി വരുമ്പോൾ കുറഞ്ഞു തുടങ്ങുകയും ആ അതിർത്തിയിൽ വെച്ച് സമയത്തിൻ്റെ മുന തിരിയുകയും ചെയ്യും. പിന്നെ അത് പോകുന്നത് എതിർദിശയിലായിരിക്കും. മാത്രമല്ല ഈ രണ്ട് ദിശയും കഴിഞ്ഞ് ഈ ചാക്രിയത, ഈ സ്പന്ദം ഒരു സ്ഥിരസ്ഥിതിയിലെത്തുമ്പോൾ അവിടെ സമയം ഉറങ്ങിക്കിടക്കുകയും ചെയ്യും. സമയം ഉണ്ടാവില്ല. സമയമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയില്ല. നമ്മൾ സമയം ഇല്ലാത്ത, സമയം ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അനന്തൻ എന്ന് പറയുന്ന നാഗം
ഈ സമയത്തിൻ്റെ ഒരു പ്രതീകം ആണ്. അദ്ദേഹം ചുരുണ്ട് ഒരു മെത്ത പോലെ കിടക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മഹാശക്തി അതിൽ സുഖമായി ഉറങ്ങുന്നു എന്നൊക്കെയാണ് സങ്കല്പം. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ബലം സമയമില്ലായ്മയിൽ ചുരുണ്ട് കിടക്കുന്നു എന്നർത്ഥം. പിന്നെ അത് ഉണരുമ്പോൾ ഈ അനന്തനാഗം ചുരുൾന്ന് വരുമ്പോൾ സമയം തുടങ്ങുകയാണ്. അത് വീണ്ടും ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സമയം വീണ്ടും വിശ്രമിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സമയം എന്നത് ഒരു വഴിക്ക് മാത്രം പോകുകയും ഒരിക്കലും മടങ്ങി വരാതെ മുന്നേറുകയും എവിടെയോ പോയി അവസാനിക്കുകയും ചെയ്യുന്ന, എവിടെയോ എന്നേക്കുമായ ഒരു തുടക്കം ഉണ്ടായ ഒരു സംഗതിയാണ് എന്നൊരു ധാരണ എങ്ങനെയോ നിലവിൽ വരികയാണ്. ശരിയായ ഒരു ധാരണയല്ല അത്. നമ്മുടെ ഭൗതിക മാനങ്ങൾ പോലെ ഒരു സെൻറ്റിമീറ്ററോ ഒരു ഗ്രാമോ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററോ ഒന്നും സ്ഥിരമായ ഒരളവല്ല ഭൂമിയിൽ എന്നുള്ള ധാരണ വരുമ്പോൾ സമയത്തെ ആത്യന്തികമായ ഒരു അളവിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. സമയവിസ്താരം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം ഇത്ര രാപ്പകലുകളുണ്ട് ഒരു വർഷത്തിൽ എന്ന് നമുക്കറിയാം. ഇത്ര വർഷങ്ങളുണ്ട് ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ്സിൽ എന്ന് നമുക്കറിയാം. അതിൽ ഇത്ര സമയം നമുക്ക് ജീവിക്കാനുണ്ട് എന്നറിയാം. പക്ഷേ അതിൽ നമ്മുടെ നിത്യവൃത്തികളും ബാക്കിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉറങ്ങുന്ന സമയമൊക്കെ പോയാൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ബോധം കൂടി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിയലൈസേഷനിലേക്ക് പോകാനോ ഒക്കെയുള്ള സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്നും നമുക്കറിയാം. അപ്പോൾ സമയത്തെക്കുറിച്ച് വളരെ വലിയ തോതിൽ ബേജാറാവാതെ 10⁻⁻17 തൊട്ട് 10⁻22 വരെയുള്ള സമയത്തെക്കുറിച്ച് ബേജാറായി രാവുപകലും ഉള്ള സമയം കളയാതെ സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്ന പഴമൊഴി സത്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ സുഖമായി ഉള്ള സമയം കൊണ്ട് ഈ ജീവൻ്റെ ലക്ഷ്യമെന്താണോ അത് നിറവേറ്റാനായിട്ട് അനവരതം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം.